ഈ കാണുന്ന എക്സൽ വർക്ക്ഷീറ്റിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ പഞ്ച് ടൈം സ്റ്റാറ്റസ് ഞാൻ എൻട്രി ചെയ്തിട്ടുണ്ട്. 1 മുതൽ 6 വരെ ഡേറ്റുകളിലുള്ള പഞ്ച് ഇൻ ടൈമാണ് ഞാൻ എൻട്രി ചെയ്തിരിക്കുന്നത്. നോർമൽ ഡ്യൂട്ടിക്ക് ഹാജരാവേണ്ട ടൈം എന്നുള്ളത് 10 AM ആണ്. ഓരോ ഡേറ്റുകളിലായി എത്ര മിനിറ്റാണ് അവർ ലേറ്റ് ആയതെന്നും ആ മിനിറ്റ് ബേസ് ചെയ്ത് ഒരാഴ്ചയിൽ എത്ര മണിക്കൂർ അവർ ലേറ്റ് ആയിട്ടുണ്ടെന്നുള്ളതും ടോട്ടൽ എന്നുള്ള ഈ ഒരു കോളത്തിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പഞ്ച് ഇൻ ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ടോട്ടൽ വാല്യൂ ഓട്ടോമാറ്റിക്കായി അപ്ഡേറ്റ് ചെയ്തു വരുന്നത് കാണാം. മൈക്രോസോഫ്റ്റ് എക്സലിൽ എങ്ങനെയാണ് ഇതുപോലെ ലേറ്റ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ലേറ്റ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഫസ്റ്റ് എംപ്ലോയിയുടെ നേരെയുള്ള ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. പല രീതിയിൽ പല ഫോർമുല ഉപയോഗിച്ച് ലേറ്റ് ടൈം കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഒരു ഭാഗത്ത് സം പ്രൊഡക്റ്റ് എന്ന ഫോർമുലയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈക്വൽസ് ടു സം പ്രൊഡക്റ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ. അതിനുശേഷം ഒരിക്കൽ കൂടെ ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അറേ എന്നുള്ള ഭാഗത്ത് എൻട്രി ആവേണ്ട ടൈം എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ശേഷം ഗ്രേറ്റർ ദാൻ എന്നുള്ള ഈ ഒരു ഭാഗത്ത് 1 മുതൽ 6 വരെ തീയതികളിൽ എംപ്ലോയി പഞ്ചിൻ ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. മൾട്ടിപ്പിൾ ബ്രാക്കറ്റ് ഓപ്പൺ. ഒരിക്കൽ കൂടെ പഞ്ചിൻ ടൈം എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. ശേഷം മൈനസ്. അതിനുശേഷം എൻട്രി ആവേണ്ട എക്സാക്ട് ടൈം എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഒരിക്കൽ കൂടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ശേഷം എൻ്റർ എന്നുള്ളത് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് എംപ്ലോയിയുടെ നേരെ 41 മിനിറ്റ് ലേറ്റ് ടൈം ഡിസ്പ്ലേ ചെയ്യുന്നത് കാണും. താഴെയുള്ള സെല്ലുകളിലും ലേറ്റ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു കോർണർ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. എക്സലിനെ കുറിച്ചുള്ള മലയാളം ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.